ഈ PRD പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് എത്രമാത്രം അധപതിപ്പിക്കാമോ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കണ്ടത്. ഞങ്ങൾ ഇതിനു മുമ്പൊരു കാര്യം പറഞ്ഞിരുന്നു. ചില പത്രങ്ങൾ അഡ്വർടൈസ്മെന്റ് അല്ലാതെ പണം മേടിക്കുന്നു, സർക്കാരിൽ നിന്നും CPM-ൽ നിന്നും പണം മേടിക്കുന്നു. ഇതിപ്പോ സർക്കാരിന്റെ പണമാണ്. സർക്കാരിന്റെ പണം 10 കൊല്ലം മുമ്പുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ളൊരു പേജ്. രണ്ടാമത്തെ പേജ് 10 കൊല്ലം ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പേജ്. ഞാൻ ചെയ്യേണ്ട PRDയുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് PRD പോയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇതിന് മറുപടി പറയേണ്ടി വരും ഭാവിയിൽ. ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കേട്ട് ഇത്തരം ഹീനമായ പ്രചരണ തന്ത്രങ്ങൾ നാട്ടുകാരുടെ പൈസ വെച്ചിട്ടാണ്, നാട്ടുകാരുടെ പണമാണ്. അവരാരും വീട്ടിൽ നിന്നല്ല ഇത് കൊടുക്കുന്നത്. മാത്രമല്ല ഈ ഗവൺമെന്റ് ഇതിന്റെ പേയ്മെന്റും കൊടുക്കാൻ പോകുന്നില്ല. അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് ഇതിന്റെ പേയ്മെന്റ്. എന്നിട്ട് ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ഇന്ന് PRD ഓഫീസ് AKG സെന്ററിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചരണ വേലയാണ്. ഇംഗ്ലീഷ് ദിനപത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ, ചില മലയാളം പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ PRDയുടേതായ പരസ്യം കൊടുക്കുകയാണ്. അത് ദേശാഭിമാനിയിൽ തയ്യാറാക്കി ഈ പരസ്യങ്ങൾ ഇവർക്ക് നൽകുകയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്തെ നല്ല കാര്യങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരിക്കലും കേരളത്തിൽ നടക്കാത്ത ഒരു കാര്യമാണ്. ഇത് അധികാര ദുർവിനിയോഗവും ധൂർത്തുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. PRDയുടെ പണം ജനങ്ങളുടെ പണമാണ്. ആ ജനങ്ങളുടെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്ര കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പരസ്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ PRD ഉദ്യോഗസ്ഥന്മാർ ചെവിക്ക് നുള്ളിക്കോണം. ഇവരാരും പെൻഷൻ വാങ്ങിക്കാൻ പോകുന്നില്ല. ഇവർ കാണിക്കുന്നത് ശുദ്ധ മര്യാദകളാണ്. ഒരു കാലത്ത് ഒരു സംസ്ഥാനത്തും ഉണ്ടാകാത്ത നിലയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി CPM-നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കോടാനുകോടി രൂപ ഈ മിസ്യൂസ് ചെയ്യുന്നത്. കൃത്യമായിട്ടും പറഞ്ഞാൽ ഇതുപോലെ സർക്കാർ പണം ദുരുപയോഗം ചെയ്ത് സ്വന്തം ഗവൺമെന്റിന്റെ തകർന്ന പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇതെല്ലാം പാവപ്പെട്ടവര്, ആശാപ്രവർത്തകര്, നമ്മുടെ നാട്ടിലെ നഴ്സുമാര്, ഡോക്ടർമാര്, പാവപ്പെട്ട തൊഴിലാളികള്, അവർക്ക് കൂലി വർധന ആവശ്യപ്പെടുമ്പോൾ നോ എന്ന് പറയുന്ന സർക്കാർ കോടാനുകോടി രൂപയാണ് ദൂർത്തടിച്ച് സ്വന്തം നഷ്ടപ്പെട്ട പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പക്ഷെ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പൊ പരസ്യമല്ലാത്ത രൂപത്തിൽ ഇതുണ്ട്, ചില സീരിയലുകളിലുണ്ട്, നമുക്ക് നോക്കിയാൽ അറിയാം. ചില സീരിയൽ കണ്ടാലും ഇതിങ്ങനെ ഇല്ലാത്ത ഇത് കേരളമാണോ എന്ന് നമ്മൾ സംശയിച്ചു പോകുന്ന രീതിയിലുള്ള വിവരണങ്ങൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ദൂർത്തിന് കൃത്യമായ മറുപടി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകും. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പൂർണ്ണമായിട്ടും. ആ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അവർ തന്നെ പ്രാവശ്യം മാറ്റിയല്ലോ. അവർ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയെ വെറുതെ വിട്ടില്ല. അവർ വെറുതെ വിട്ടില്ല. വേട്ടയാടി കല്ലെറിഞ്ഞ് തീർത്തു. ഒരു രാഷ്ട്രീയ നേതാവിനോടും കാണിക്കാത്ത രീതിയിലുള്ള ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള രീതിയിലാണ്. ഇപ്പോഴും മരിച്ചു കഴിഞ്ഞപ്പോഴും അവർക്കറിയാം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ പോലും ശക്തിയുള്ള ഓർമ്മകളാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ആ ഉമ്മൻചാണ്ടിയെ മരിച്ചു കഴിഞ്ഞിട്ടും വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങളുമായിട്ട് ഈ പരസ്യമായിട്ട് രംഗത്ത് വന്ന്. നേരായ മാർഗത്തിലൂടെ പറഞ്ഞാൽ ആരും കേൾക്കില്ല. അപ്പൊ പരസ്യമാക്കിയിട്ട് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട്. തെറ്റായ കാര്യം.